മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കിളിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ എന്താണെന്നറിയാമോ? ഈ സമയത്ത് ചെയ്തില്ലേ പിന്നെ എപ്പോഴാ ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ സമയത്താണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിപ്പോയി ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിപ്പം ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വായിൽ വെള്ളം വരുമെന്നറിയാം, ആഗ്രഹം തോന്നുമെന്നറിയാം. ഇത് എത്ര കഴിച്ചാലും നമുക്കൊന്നും മതിയാകാത്തൊരു സംഭവമാണ്. എന്താന്ന് നമുക്ക് നോക്കാം. വേറൊരു സന്തോഷ വാർത്ത കേട്ടോ. എന്താന്ന് ഇപ്പൊ കാണിക്കട്ടെ അമ്മക്കിളിയെ. വലിയൊരു സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് അമ്മക്കിളി ഇതുവരയ്ക്കും കൊണ്ട് എത്തിച്ചത്. ഇനി നിങ്ങൾ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ എന്താ സ്പെഷ്യൽ സന്തോഷം എന്ന് കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അത് കണ്ടത് കേട്ടോ. സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ഇത്രയും എത്തി നമ്മുടെ ഫോളോവേഴ്സ്. അപ്പോൾ മക്കളെ, നമുക്ക് നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റപ്പോഴും ഏതായാലും നമ്മുടെ കാന്താരി വെച്ചൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് പരിപാടി ഇന്നത്തെ കേട്ടോ. വെയിൽ കാലത്ത് പോലും ഇതെടുത്ത് നമ്മൾ ഫ്രഷ് ഉപയോഗിച്ചില്ലേ പിന്നെ എങ്ങനെ? കാന്താരി ഉള്ളപ്പോൾ പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കേണ്ടി വരത്തില്ല. എല്ലാ വെയിൽ കാലത്തും ഈ സംഭവം നമ്മൾ റെഡിയാക്കും കേട്ടോ. കാന്താരി പറിക്കാൻ നമുക്ക് നല്ല കിടിലൻ ഒരു ഐറ്റം ഉണ്ടാക്കാം നമുക്ക് കേട്ടോ മക്കളെ. ഇത്ര എണ്ണം ഉള്ളപ്പോഴേ എങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റത്തിന് കാന്താരി ഇല്ലാതെ ചെയ്യുന്നതല്ലേ? ഇങ്ങനെയല്ലേ ഓർക്കുന്നത് ഇപ്പോൾ? ഇത്രയും കാന്താരി, ചെറിയ കുഞ്ഞു കാന്താരി അത് കേട്ടോ. എന്താണെന്ന് മനസ്സിലായോ മക്കളി ചെയ്യാൻ പോകുന്നത്? മനസ്സിലായി കാണും എന്താണെന്ന്. ഓടിപ്പോയി നമുക്ക് നേരിടാം കേട്ടോ. ധാരാളം ഇത് മതി നമുക്ക് ഒരു നേരത്തിന്. വലിയ കാന്താരി വേറെ ഉണ്ട് കേട്ടോ. ഇത് കുഞ്ഞു കാന്താരി, അത് പിന്നെ പറിക്കാം. ഇപ്പം ഇത് ആദ്യം നല്ല വിളഞ്ഞിക്ക് വേണ്ടി ഇതാണ് പറിച്ചതാണ്, അല്ലെങ്കിൽ എല്ലാം പഴുക്കുന്നു. ഇവിടുത്തെ ചുമന്നുള്ളി ഇതാ കേട്ടോ. കണ്ടാൽ സബോള പോലെ ഇരിക്കും, പക്ഷേ സബോളയല്ല കേട്ടോ, ചെറിയുള്ളി തന്നെയായത്. മൂന്ന് ഐറ്റം: ചുമന്നുള്ളി, പുളി, കാന്താരി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് മാത്രം മതി നമ്മുടെ അടിപൊളി കാന്താരി സംബന്ധിക്ക്. നമുക്കിപ്പോൾ ഒന്ന് ചതയ്ക്കാം. എല്ലാം കൂടെ ഇട്ടിട്ട് ചുറ്റിയല്ല ഇത് കേട്ടോ. ഇത് ഇറച്ചിയൊക്കെ സോഫ്റ്റ് ആക്കുന്ന ഒരു ഇങ്ങനെ ചതച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. അത് വെച്ചാണ് ഞാൻ ചതയ്ക്കുന്നത്. കുറച്ച് ഉപ്പുകെല്ലാം അങ്ങോട്ട് ഇടാം കേട്ടോ. എന്തോ കൊണ്ടൊക്കെ ചതച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കൈ വെച്ച് അങ്ങോട്ട് ഞെരിടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അടിപൊളി കാന്താരി സംബന്ധി റെഡി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാമേ. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ. ആഹാ, അടുത്തത് എന്താ റെഡിയാക്കാൻ പോകുന്ന മനസ്സിലായോ? നമ്മുടെ കപ്പ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. കപ്പ രാവിലെ ഇന്ന് ഞാൻ കുക്കറിലാണ് വെച്ചത് കേട്ടോ. ഊറ്റിവിടട്ടെ. കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാൻ തുടങ്ങിയാലോ? ഈ പ്രാവശ്യം ഞാൻ എന്താ കുക്കറിൽ വെച്ചെന്നറിയാമോ? എല്ലാവരും പറയുന്നത് കേൾക്കാം, കുക്കറിൽ പെട്ടെന്നാകുമെന്ന്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് വെച്ചത്. സത്യം കേട്ടോ. 2 വിസിൽ അടിപൊളിയായിട്ട് വന്നില്ല. അടുപ്പിലാണെങ്കിൽ നമ്മൾ എത്ര നേരം സ്റ്റൗവിൽ വെച്ചിട്ടിരിക്കണമെന്ന് അറിയാമോ? ഇനിയത്തെ പരിപാടിയല്ല, കുക്കറിലാണ് കപ്പയുടെ. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോയാലോ? എന്തുവാണ് അടുത്തത്? കഴിക്കുക. നമ്മുടെ കാന്താരി സംബന്ധി ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഒഴിച്ചാലോ? ആഹാ, അടിപൊളി. എല്ലാ വേനൽക്കാലത്തും അത് കാന്താരി സംബന്ധി കൂട്ടി കപ്പ ഒഴുകി തിന്നില്ലെങ്കിലേ പിന്നെ എന്ത് വേനല് തീർന്നില്ല. അതിന് അടുത്ത ഐറ്റം ഉണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, അതിൻ്റെ ചാറ് മാത്രം മതി. കഷ്ണം വേണം നിർബന്ധമില്ല. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ചാറ് ഒഴിക്കാം. രണ്ടടാ, നല്ല സാൽമൻ്റെ മീൻ കറി വെച്ചത് ഇച്ചിരി ഒഴിക്കാം. നമുക്ക് ഇച്ചിരി ചാറ് നിറയെ വേണം കേട്ടോ. അങ്ങനെ അടിപൊളി കപ്പ കാന്താരി സംബന്ധി സാൽമൺ മീനിൻ്റെ ചാറ്. ഇതൊരു പിടി പിടിച്ചാലോ? ആഹാ, അങ്ങോട്ട് മീൻ ചാറിലും ഇങ്ങോട്ട് മുക്കി. അടിപൊളി. ഇനി നമുക്ക് കാന്താരി സംബന്ധിയിൽ നോക്കിയാലോ? സോറി കേട്ടോ കാണിച്ചോണ്ട് കഴിക്കുന്നതിന് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വെന്തു കപ്പ. ഇതേ കപ്പ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം നോർമലാ വെച്ചിട്ട് ഒത്തിരി നേരമായി വേഗമായി. ഇന്നൊന്ന് ട്രൈ ചെയ്തതാ കുക്കറിൽ. അടിപൊളിയാട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും മക്കളെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.